സിൽക്ക് ത്രെഡ് വെച്ച് വിഷുവിന് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയുടെ ഡിസൈനിങ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് യെല്ലോയുടെ 2 കളർ ഷെയ്ഡ് വരുന്ന സിൽക്ക് ത്രെഡ്, ഗ്രീൻ്റെ 2 കളർ ഷെയ്ഡ്, പിന്നെ ഈ ഗോൾഡൻ കട്ട് ബീഡുമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കുർത്തിയുടെ നെക്കിൻ്റെ പാറ്റേൺ ആണ് ഇത്. ഷോൾഡറിൻ്റെ ഒരു പോർഷനിൽ നിന്ന് താഴേക്കാണ് ഡിസൈൻ വരുന്നത്. ഇവിടെ ത്രെഡ് വർക്കാണ് വരുന്നത്. ബാക്കി പോർഷനിൽ കട്ട് ബീഡ് വെച്ചിട്ടുമാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് സിൽക്ക് ത്രെഡാണ്. 6 സ്ട്രാൻഡ്സ് എടുത്തിട്ട് 2ആയിട്ട് മടക്കി 12 സ്ട്രാൻഡ്സ് ആക്കിയിട്ട് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം ഫ്ലവർ വർക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നീഡിൽ ഇവിടുന്ന് എടുക്കുവാണ്. എടുത്തിട്ട് നീഡിലേക്ക് 2 തവണ ത്രെഡ് ഒന്ന് ചുറ്റിയിട്ട് ഇവിടെയായിട്ട് താഴ്ത്തി കൊടുക്കുവാണ്. താഴ്ത്തി കൊടുക്കുമ്പോൾ ഫിംഗർ ഇതുപോലെ വെച്ചിട്ട് വേണം താഴ്ത്തി കൊടുക്കാൻ. അപ്പോൾ കറക്റ്റ് ഒരു റിങ് നമുക്കിപ്പോൾ കിട്ടും. ഇപ്പോൾ ചെയ്യുന്ന സ്റ്റിച്ച് റിങ് നോട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് ഫ്ലവറും നമ്മൾ ഫില്ല് ചെയ്തെടുക്കണം. ഇവിടെ ഡാർക്ക് യെല്ലോയും അതുപോലെ ലൈറ്റ് യെല്ലോയും വെച്ചിട്ടാണ് ഫ്ലവേഴ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. റിംഗ് നോട്ട് ചെയ്യുമ്പോൾ ഒട്ടും ശരിയാകുന്നില്ല എന്ന് പറയുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിങ്ങനെ ത്രെഡ് താഴ്ത്തി കൊടുക്കുമ്പോൾ ഫിംഗർ വെച്ചിട്ട് നമുക്ക് റിംഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരേപോലെ നമുക്ക് പെറ്റൽ കിട്ടുന്നതായിരിക്കും. ഇനി ഈ സ്റ്റെമ്മാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു സ്ട്രാൻഡ്സ് സിൽക്ക് ത്രെഡ് എടുത്തിട്ട് 2ആയിട്ട് മടക്കി നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നീഡിൽ ഇവിടുന്ന് എടുക്കുവാണ്. എടുത്തിട്ട് നീഡിൽ ആ സെയിം പോയിന്റിലേക്ക് തന്നെ താഴ്ത്തി കൊടുക്കണം. താഴ്ത്തി കൊടുത്തിട്ട് കുറച്ച് ഫ്രണ്ടിലായിട്ട് വീണ്ടും നീഡിലൊന്ന് പൊക്കിയെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നീഡിൽ പൊക്കിയെടുക്കുക. എന്നിട്ട് ആ ലൂപ്പ് ഉണ്ടല്ലോ, ആ ലൂപ്പ് ആ നീഡിലിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് കടത്തിയിട്ട് വലിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് ആ സ്റ്റെം പോർഷൻ കംപ്ലീറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. വീണ്ടും നീഡിൽ താഴ്ത്തുന്ന ആ ചെയിൻ്റെ ഉള്ളിലാണ് കേട്ടോ. എന്നിട്ട് ആ നീഡിൽ കുറച്ചുകൂടെ ഫ്രണ്ടിലായിട്ട് പൊക്കിയെടുത്തിട്ട് ആ ലൂപ്പ് അതിൻ്റെ ഉള്ളിലൂടെ നീഡിൽ ഇതുപോലെ വലിക്കുവാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊന്ന് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ചെയ്ത അതേ ചെയിൻ സ്റ്റിച്ചിൻ്റെ അടുത്തൂടെ ഒരു റോയും കൂടെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 2 ചെയിൻ സ്റ്റിച്ച് അടുപ്പിച്ചാണ് കേട്ടോ ഇവിടെ സ്റ്റെമ്മിൽ വരുന്നത്.
ഇനി ലീഫ് ചെയ്യാനായിട്ട് 4 സ്ട്രാൻഡ്സ് സിൽക്ക് ത്രെഡ് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി 8 സ്ട്രാൻഡ്സ് ആക്കിയിട്ട് നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലീഫിൻ്റെ പോർഷനിൽ നമ്മൾ ലേസി ഡേസിയുടെ സ്റ്റിച്ചാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു രീതിയിൽ നീഡിൽ ഇതുപോലെ എടുക്കുവാണ്. എന്നിട്ട് സെയിം പോയിന്റിലേക്ക് തന്നെ നീഡിൽ താഴ്ത്തി കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഫ്രണ്ടിലായിട്ട് വീണ്ടും നീഡിൽ ഇതുപോലെ പൊക്കിയെടുക്കുവാണ്. എന്നിട്ട് ആ ലൂപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ട് വലിച്ച് ഇവിടേക്ക് നീഡിൽ താഴ്ത്തി കൊടുക്കണം. അപ്പോൾ ഇതാണ് ലേസി ഡേസി സ്റ്റിച്ച്. ഇനി ഫ്ലവറിൻ്റെ ഈ രണ്ട് വശത്തും കൂടെ നമ്മൾ ലേസി ഡേസി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഫ്ലവറിന് ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ ലേസി ഡേസിയും കൂടെ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ ലൈൻസ് പോലെ വന്ന പോർഷനിൽ നമ്മൾ കട്ട് ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നീഡിൽ ഇതുപോലെ എടുത്തിട്ട് ഓരോരോ കട്ട് ബീഡായിട്ട് ബാക്ക് സ്റ്റിച്ചിൻ്റെ പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുവാണ്. നീഡിൽ നമ്പർ 12 യൂസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആ ലീഫ് ചെയ്തിട്ടില്ലേ ലേസി ഡേസി സ്റ്റിച്ച്, അതിൻ്റെ ഉള്ളിലും കൂടെ കട്ട് ബീഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ്. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.